ഇപ്പോൾ പ്രൈവറ്റ് സിനിമയുടെ സംവിധായകൻ ദീപക് ഡിയോൺ തത്സമയം ഫോണിൽ ചേരുകയാണ്. നമസ്കാരം ദീപക്, കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം താങ്കൾ ഈ സിനിമയിൽ ഈ കടുംവെട്ട് വരുത്തിയ സെൻസർ ബോർഡിനെ കുറിച്ച് സംസാരിച്ചിരുന്നു. പക്ഷേ നമുക്കിത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. ഇത് സിനിമാക്കാരെ സംബന്ധിച്ച്, കലാകാരന്മാരെ സംബന്ധിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടുംവെട്ടാണ്. അത് വലിയൊരു ചർച്ച തന്നെയാണ്. ഇതിൻ്റെ ഒരു കണക്കെടുത്ത് നോക്കുമ്പോൾ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഇപ്പോൾ ഈ വർഷം മാത്രം 4 സിനിമകളെയാണ് ഇങ്ങനെ കത്രികപ്പൂട്ട് വെച്ചിരിക്കുന്നത് സെൻസർ ബോർഡ്. ഓരോ വാക്കുകളും ഉപയോഗിക്കേണ്ടെന്ന് പറയുകയാണ്. ഇപ്പോൾ പ്രൈവറ്റ് സിനിമയെ സംബന്ധിച്ച് തന്നെ പൗരത്വ ഭേദഗതി ബില്ല്, രാമരാജ്യം, ഹിന്ദിക്കാര്, ഇതൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയുമ്പോൾ തുടർന്ന് നമ്മൾ എങ്ങനെ സിനിമയെടുക്കും എന്നുള്ള ഒരു ആലോചന നിങ്ങൾ സംവിധായകരുടെയൊക്കെ ഉള്ളിലൂടെ ആ ചോദ്യം എങ്ങനെ കടന്നു പോകുന്നുണ്ടോ ദീപക്? അതെ, അതാണ് ഏറ്റവും വലിയൊരു ആശങ്ക ഉണർത്തുന്ന സാഹചര്യത്തിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം അവര് പറയുന്നത് മാത്രം ചെയ്യുക, അവർക്ക് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിവിടെ ഒന്നുകിൽ സിനിമ എടുക്കാതിരിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകും. കാരണം മുമ്പൊക്കെ അവർക്ക് റൂൾ ഉണ്ടായിരുന്നു, അവരുടെ റിട്ടേൺ ആയിട്ടുള്ള റൂൾ. അതനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്നുള്ളൂ. അത് ഏകദേശം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ പറയാൻ പാടുണ്ട്, എന്തൊക്കെ പറയാൻ പാടില്ല, അതിനെപ്പറ്റി നമുക്കറിയാം. ഇന്നിപ്പോൾ അങ്ങനെ റൂളൊന്നുമല്ല. അവർക്ക് എന്ത് തോന്നുന്നോ, അവർക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ കട്ട് ചെയ്യാം, അതൊന്നും പാടില്ല എന്നുള്ള ഒരു അലിഖിത നിയമം ഉണ്ടാക്കപ്പെടുകയും അതിനനുസരിച്ച് സിനിമകൾ ചെയ്യണം, അത്ര സിനിമകൾ ഇറങ്ങിയാൽ മതി എന്നുള്ളൊരു നിലപാടിലോട്ട് അവർ പോയിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ അതിനെ ഡീൽ ചെയ്യുന്നുള്ളത് അത് ഒരു നിസ്സാര കാര്യമായിട്ട് കാണാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് പറയുമ്പോൾ 2-3 സ്ഥലത്ത് അല്ലെങ്കിൽ 5-6 സ്ഥലത്ത് ഒരു കട്ട് എന്നൊക്കെ പറയാം. അങ്ങനെയല്ല. അതൊരു സിനിമയെ മൊത്തം നശിപ്പിക്കാൻ, സിനിമയുടെ പറയുന്ന വിഷയത്തിന്റെ തീവ്രതയെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ ഇവരുടെ ഈ ചെറിയ ഇടപെടൽ മതി. ഇപ്പൊ നമ്മുടെ ആവിഷ്കാരമല്ല അവിടെ നടക്കുന്നത്. എനിക്ക് തോന്നുന്നത് സെൻസർ ബോർഡിന്റെ ആവിഷ്കാരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നുള്ളത്, അത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. എനിക്ക് തോന്നുന്നു ഇത് സിനിമ മാത്രമല്ല, ഇത് സിനിമയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് കാണാനും പറ്റില്ല. ഇതിപ്പോ തൽക്കാലം സിനിമയിലാണ് നമ്മളിപ്പം അതാണ് ചർച്ച ചെയ്യുന്നത്.